Dear students, today we are going to talk about two topics. First one, MSME Development Act 2006. Second one, Credit to Guarantee Fund Trust Scheme for MSME. First one, MSME Development Act 2006. With a view to boost the development of small enterprises in the country, the Government of India has enacted MSME Development Act 2006. Small, medium and micro enterprisesinte development ensure ചെയ്യാൻ വേണ്ടി അവരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2006 MSME ആക്ട് എന്ത് ചെയ്തത് ഇനാക്ട് ചെയ്തത്. Then the salient features of MSME Development Act 2006 are: first one, this law is enacted with an object of promotion and development and enhancing the competitiveness of MSME. എന്താണ് സ്മോൾ മീഡിയം ആൻഡ് മൈക്രോ എൻ്റർപ്രൈസസിൻ്റെ പ്രൊമോഷനും ഡെവലപ്മെൻറ്റും എൻഷുർ ചെയ്യാനും അതേപോലെ തന്നെ ലാർജ് എൻ്റർപ്രൈസസുമായിട്ട് ഉള്ള ഈ ഒരു കോമ്പറ്റീറ്റീവ്നെസ്, ആ ഒരു MSMEയുടെ കോമ്പറ്റീറ്റീവ്നെസ് എൻഹാൻസ് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവോടുകൂടിയാണ് MSME ഡെവലപ്മെൻറ്റ് ആക്ട് 2006 ഇനാക്ട് ചെയ്തത്. സെക്കൻഡ് വൺ, ദ ആക്ട് പ്രൊവൈഡ് ഫോർ ഡെഫിനിഷൻ ഓഫ് ദ സ്മോൾ എൻ്റർപ്രൈസസ് ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് വിച്ച് were നോട്ട് സ്റ്റാറ്റ്യൂട്ടറിലി ഡിഫൈൻഡ് ഏർലിയർ. മുമ്പ് ഈ ഒരു 2006 മുമ്പ് എന്താണ് സ്മോൾ എൻ്റർപ്രൈസസ്, എന്താണ് മീഡിയം എൻ്റർപ്രൈസസ് എന്ന് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു ആക്ട് ഇനാക്ട് ചെയ്തത്. The Act provide for establishment of National Board for Micro, Small and Medium Enterprise, which is statutory body having high level forum of making policy decision and programs for development of MSME. ഈ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ MSME മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ട് ഒരു നാഷണൽ ബോർഡ്, നാഷണൽ ലെവലിൽ തന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലെങ്കിൽ ഒരു ബോർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് MSMEക്ക് വേണ്ടിയിട്ടുള്ള പോളിസി ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പ്രോഗ്രാമൊക്കെ ഡിസ്കസ് ചെയ്ത് ഇനാക്ട് ചെയ്യാൻ വേണ്ടി ഒരു നാഷണൽ ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു വേറൊരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. Then next one, the act provide for classification of micro, small and medium enterprises on the basis of investment in plant and machinery or requirement and establishment of an advisory committee to recommend on related matters. അടുത്തൊരു ഫീച്ചറായിട്ട് പറയുന്നത് ഈ ആക്റ്റിൽ പറയുന്നുണ്ട് MSME എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത്, ഓൺ ദ ബേസിസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മിഷനറി. MSMEയുടെ മീനിങ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബേസിലാണ് ഒരു എത്രയാണ് പ്ലാന്റ് ആൻഡ് മിഷനറി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സിൽ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് ഈ MSME എന്ത് ചെയ്തിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു മാറ്ററുമായി റിലേറ്റഡ് ആയിട്ട് MSMEയെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടി ഒരു അഡ്വൈസറി കമ്മിറ്റി കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ളൊരു റെക്കമെൻഡേഷനും കൂടി ഈ ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ദ ആക്ട് ഫർദർ എംപവേഴ്സ് സെൻട്രൽ ഗവൺമെൻറ് ടു notify programs, guidelines or instruction for facilitating the promotion and development and enhancing the competitiveness of MSME. അതായത് MSMEയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട്, ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ അവരുടെ കോമ്പറ്റീറ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരുപാട് പ്രോഗ്രാംസും ഗൈഡ് ലൈൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നോട്ടിഫൈ ചെയ്യുന്നുണ്ട് ഈ ഒരു ആക്ട് പ്രകാരം. ദെൻ ദ ആക്ട് പ്രൊവൈഡ്സ് ഫോർ ആൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഇൻട്രസ്റ്റ് ഓൺ ഡിലൈഡ് പേയ്മെൻറ്റ് ടു MSME. അതായത് MSMEക്ക് എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് ഡിലേ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന സമയത്ത്, തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഇംപ്രൂവ് ചെയ്യണം എന്നും ഈ ആക്റ്റിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ദെൻ സെവൻത് വൺ, the act provides for composition of facilitation council which shall consist of not less than 3 but not more than 5 members. അതായത് ഈ ഒരു ആക്ട് പ്രകാരം ഒരു ഫെസിലിറ്റേഷൻ കൗൺസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം
ചെയ്യുന്നുണ്ട്. അതിൽ 3-ൽ കുറയാത്ത 5-ൽ കൂടാത്ത മെമ്പേഴ്സുള്ളൊരു ഫെസിലിറ്റേഷൻ കൗൺസിലാണ്. MSMEക്ക് ആവശ്യമായ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുകയും അതിനൊരു സജഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെസിലിറ്റേഷൻ കൗൺസിൽ ഫോം ചെയ്തിരിക്കുന്നത്. Then next one, the Act established specific fund for the promotion, development and enhancing competitiveness of MSME. MSMEയുടെ എന്താ പറയുക, പ്രൊമോഷനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട്, അതേപോലെ തന്നെ കോമ്പറ്റീറ്റീവ്നെസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ട് സ്പെസിഫിക് ഫണ്ട്, അവരുടെ പ്രൊമോഷന് വേണ്ടി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ സ്പെസിഫിക് ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്രൊവിഷനും ഏത് ആക്റ്റിലുണ്ടായിരുന്നു? MSME ഡെവലപ്മെൻറ്റ് ആക്റ്റിൽ ഉണ്ടായിരുന്നു. Then next one, the act made notification of schemes and programs for this purpose. അതായത് ഈ ഒരു പ്രൊമോഷന് വേണ്ടി, ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ്നെസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്കീമുകളും പ്രോഗ്രാംസൊക്കെ ഈ ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ദീസ് ആർ ദി സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് MSME ഡെവലപ്മെൻറ്റ് ആക്ട് 2006. Then the next topic is Credit Guarantee Fund Trust Scheme for MSMEs. Of all the problems faced by MSMEs, non-availability of timely and adequate credit at a reasonable interest rate is one of the most important problem. എന്താണ് MSME ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് നോൺ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ആണ്. വൺ ഓഫ് ദി മേജർ കോസസ് ഫോർ no availability of bank finance to this sector is the high risk perception of the bank in lending to MSME. MSMEക്ക് കൊടുക്കുന്ന ലോൺ കൊടുക്കുന്നതിൻ്റെ ഒരു റിസ്ക് പെർസെപ്റ്റീവ് നോക്കിയിട്ടാണ് മിക്ക കൊമേഴ്സ്യൽ ബാങ്കുകളും MSMEക്ക് എന്ത് കൊടുക്കാത്തത്? ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കാത്തത്. ഹെൻസ് ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസിസ്റ്റ് ഓൺ MSME കൊളാക്ടറൽ സെക്യൂരിറ്റീസ് വിച്ച് ആർ നോട്ട് ഈസിലി അവൈലബിൾ വിത്ത് ദീസ് എൻ്റർപ്രൈസസ്. അതായത് മിക്ക ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും MSMEയുടെ അടുത്ത് എന്ത് ആവശ്യപ്പെടുന്നു? കൊളാക്ടറൽ സെക്യൂരിറ്റീസ് ആവശ്യപ്പെടുന്നു. അത് കൊടുക്കാൻ ആവശ്യമായ എമൗണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയുള്ള കൊളാക്ടറൽ സെക്യൂരിറ്റി കൊടുക്കാൻ ആരുടെ അടുത്തില്ല? MSME എൻ്റർപ്രനേഴ്സിൻ്റെ കയ്യിൽ ഇല്ല. അതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു മിക്ക ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും എന്ത് കൊടുക്കാത്തത്? കൊമേഴ്സ്യൽ ബാങ്ക് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ലോണുകൾ കൊടുക്കാത്തത്. So to overcome this problem, Ministry of Micro, Small and Medium Enterprises, Government of India launched Credit Guarantee Scheme so as to strengthen the credit delivery system and to facilitate flow of credit to MSME sector. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് MSME മിനിസ്റ്ററിയും അതേപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കൂടി ചേർന്നിട്ട് ഈ ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം എന്ത് ചെയ്തത്? ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം, അങ്ങനെ ഒരു സ്കീം എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു MSMEക്ക് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് ഡെലിവറി സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാനും കറക്റ്റായിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഫ്ലോ ഫെസിലിറ്റേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്യാരണ്ടി സ്കീം എന്ത് ചെയ്തത്? ഇൻട്രൊഡ്യൂസ് ചെയ്തത്. The Credit Guarantee Fund Trust for MSME is a trust. It is a trust launched by Ministry of MSME, Government of India and SEBI. ഇവർ 3 പേരും കൂടി ചേർന്ന് നടപ്പിലാക്കിയ ഒരു ട്രസ്റ്റാണ് ഈ പറയുന്ന CGTMSE എന്ന് പറയുന്നത്. ദെൻ ദിസ് സ്കീം വാസ് ലോഞ്ച്ഡ് ഓൺ 13th August 2000. The primary objective of CGTMSE scheme is to give credit guarantee to financial institution that give loan to MSME and MSME. എന്താണ്? സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസസിന് അല്ലെങ്കിൽ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് ലോൺ കൊടുക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്? ഈ പറയുന്ന സ്മോൾ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസ് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന എമൗണ്ട് തിരിച്ചടച്ചില്ലെങ്കിൽ ഞങ്ങൾ തന്നുകൊള്ളാം എന്നൊരു ഗ്യാരണ്ടിയാണ് ഇവർ ആദ്യമായിട്ട് എന്ത് കൊടുക്കുന്നത്? ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഗ്യാരണ്ടി കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ്. It also aims to encourage entrepreneurs to take collateral free loans for starting business without the fear of defaulting. The trust fund will reimburse the lending institution up to a certain limit in case the borrower defaults. സെക്കൻഡ് ആയിട്ടുള്ള ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്
എൻ്റർപ്രണേഴ്സിനെ MSME നടത്തുന്ന എൻ്റർപ്രണേഴ്സിനെ എൻകറേജ് ചെയ്യാം. ഈ ഒരു കൊളാട്രൽ സെക്യൂരിറ്റി ഒന്നും കൊടുക്കാതെ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യാം. ഒരു ഡീഫാൾട്ട് വരുത്തുമെന്ന ഒരു പേടിയില്ലാതെ തന്നെ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവർക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും? ലോൺ കൊടുക്കാൻ സാധിക്കും. കാരണം ഈ ഒരു ബോറോവേഴ്സ് ഡീഫാൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു സർട്ടേൺ ലിമിറ്റ് വരെ ഈ ഒരു ഫണ്ട് നമ്മളിപ്പോൾ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് ഈ ഒരു ഡീഫാൾട്ട് വരുത്തിയ എമൗണ്ട് ആ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും? റീപേ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു എൻ്റർപ്രണേഴ്സിനെ എൻകറേജ് ചെയ്യുക, ഈ ഒരു കൊളാട്രൽ ഫ്രീ ലോൺ എടുക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ദ ട്രസ്റ്റ് ഫണ്ട് വിൽ റീഇംബേഴ്സ് ദ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ് ടു എ സർട്ടേൺ ലിമിറ്റ്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു സർട്ടേൺ ലിമിറ്റ് വരെ ഈ ഒരു ഡീഫാൾട്ട് വരുത്തിയ എമൗണ്ട് ഈ ഒരു ട്രസ്റ്റ് എന്ത് ചെയ്യും? റീപേ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവർക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ദെൻ നെക്സ്റ്റ്, എലിജിബിൾ ക്രെഡിറ്റ് ഫെസിലിറ്റി ഓർ എമൗണ്ട് ഓഫ് ഗ്യാരണ്ടി കവർ. എത്രയാണ് ഈ ഒരു ഫണ്ട് ഗ്യാരണ്ടി കൊടുക്കുന്നത്, അല്ലെങ്കിൽ എത്രയാണ് ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ദ ട്രസ്റ്റ് പ്രൊവൈഡ് ഗ്യാരണ്ടി കവർ or repayment guarantee of 85% of the amount of loan for loan up to 5 lakh given to micro enterprises. മൈക്രോ എൻ്റർപ്രൈസസിന് കൊടുക്കുന്ന 5 ലക്ഷം രൂപ വരെയുള്ള ലോണിൻ്റെ 85% റീപേയ്മെൻറ്റിന് ഗ്യാരണ്ടി ആര് കൊടുക്കുന്നു? ഈ ഒരു ട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതായത് 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 85% ഗ്യാരണ്ടി ഈ ട്രസ്റ്റ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യും. Then it provides guarantee cover of 80% of loan amount for loan up to 50 lakh given to women entrepreneurs and units located in Northeast region including Sikkim. സിക്കിം പോലെയുള്ള നോർത്ത് ഈസ്റ്റ് റീജിയണിൽ സ്ഥിതി ചെയ്യുന്ന യൂണിറ്റിന് അല്ലെങ്കിൽ വുമൺ എൻ്റർപ്രണേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന യൂണിറ്റിന് കൊടുക്കുന്ന ലോൺ 50 ലക്ഷം വരെയുള്ള ലോണിൻ്റെ 80%-നും ഈ ഒരു ഫണ്ട് എന്ത് കൊടുക്കുന്നുണ്ട്? ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. മാക്സിമം എമൗണ്ട് 40 ലാഖിന് വരെ എന്ത് കൊടുക്കുന്നുണ്ട്? ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് ഗ്യാരണ്ടി കവർ ഓഫ് 75% ഓഫ് ദ ലോൺ എമൗണ്ട് ഫോർ ലോൺ അപ് ടു 50 ലാഖ് ഗിവൺ ടു ഓൾ അതർ കാറ്റഗറി ഓഫ് ബോറോവേഴ്സ്. വേറെ ഏത് കാറ്റഗറി ഓഫ് ബോറോവേഴ്സ് ആണെങ്കിലും 50 ലക്ഷം വരെയുള്ളതിന് 75% എന്ത് കൊടുക്കുന്നുണ്ട്? ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 35.5 ലാക്ക് വരെ മാക്സിമം ഗ്യാരണ്ടി ആര് കൊടുക്കുന്നുണ്ട്? ഈ ഫണ്ട് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് എ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഓഫ് 50% ഓഫ് ദി എമൗണ്ട് ഓഫ് ദി ലോൺ ഫോർ ലോൺ എബവ് 50 ലാക്ക് ആൻഡ് അപ് ടു 200 ലാക്ക്. 50 ലക്ഷം വരെ നമ്മൾ പറഞ്ഞു. വുമൺ എൻ്റർപ്രണേഴ്സ്, അതേപോലെ നോർത്ത് ഈസ്റ്റ് റീജിയനിലുള്ള എൻ്റർപ്രണേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 80% എന്ത് കൊടുക്കുന്നുണ്ട്? ഗ്യാരണ്ടി കവർ കൊടുക്കുന്നുണ്ട്. ഇനി ഈ വുമൺ എൻ്റർപ്രണർ അല്ലാതെ ബാക്കിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് 50 ലാക്കിൻ്റെ 75% എന്ത് കൊടുക്കുന്നുണ്ട്? ഗ്യാരണ്ടി കവർ കൊടുക്കുന്നുണ്ട്. ഇനി 50 ലാക്ക് എബവ് 50 ലാക്ക് ആൻഡ് അപ് ടു 200 ലാക്കിന് 50% എന്ത് കൊടുക്കുന്നുണ്ട്? ഗ്യാരണ്ടി കവർ കൊടുക്കുന്നുണ്ട്. Then it provides a credit guarantee cover of 50% of the loan amount for loan above 10 lakh and up to 100 lakh given to MSME retail trade. MSMEയുടെ റീറ്റെയിൽ ട്രേഡിന് കൊടുക്കുന്ന ലോൺ, അതായത് 10 ലക്ഷത്തിന് മുകളിലും 100 ലാക്ക് വരെയുള്ളതിന് 50% എന്ത് കൊടുക്കുന്നുണ്ട്? ക്രെഡിറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ദെൻ അപ്പോൾ ഇത്രയും ഒരു ഗ്യാരണ്ടി കവറാണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് സ്കീം പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഇനി വിച്ച് എൻ്റർപ്രൈസസ് ക്യാൻ അവൈൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് സ്കീം എന്നുള്ളതാണ് നോക്കുന്നത്. ഈ ഒരു ഫണ്ടിൻ്റെ ഈ ഒരു പ്രൊട്ടക്ഷൻ ആർക്കൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. നോക്കൂ, the enterprises which are eligible for this scheme are, first one, new as well as existing micro, small and medium enterprises who are engaged in the process of, first one, അതായത് പുതിയത് അല്ലെങ്കിൽ നിലനിൽക്കുന്ന MSME, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന MSME, അവർ ഈ താഴെ പറയുന്ന ആക്ടിവിറ്റീസ് എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? ഈ ഒരു ഗ്യാരണ്ടി കവർ കിട്ടും, ഈ ഒരു ട്രസ്റ്റിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടും. രണ്ടെണ്ണമാണ് പറയുന്നത്, മാനുഫാക്ചറിങ് ആക്ടിവിറ്റി, സർവീസ് ആക്ടിവിറ്റി.
മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള എല്ലാ MSMEക്കും ഈ ഒരു ഫണ്ടിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നു. ദെൻ സർവീസ് ആക്ടിവിറ്റി എക്സെപ്റ്റ് താഴെ കുറച്ച് എക്സംഷൻ പറയുന്നുണ്ട്. ഈ എക്സംഷൻ ഒഴിച്ചുള്ള ബാക്കി എല്ലാ സർവീസ് ആക്ടിവിറ്റിക്കും ഈ പറയുന്ന ട്രസ്റ്റിൻ്റെ എന്ത് കിട്ടുന്നു? പ്രൊട്ടക്ഷൻ കിട്ടുന്നു. ഏതൊക്കെയാണ് എക്സംഷൻ എന്ന് നോക്കൂ. റീറ്റെയിൽ ട്രേഡ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവർക്ക് മാത്രം ഈ ഒരു എക്സംഷൻ ഒഴിച്ചാൽ ബാക്കി എല്ലാ മാനുഫാക്ചറിങ് ആക്ടിവിറ്റിക്കും സർവീസ് ആക്ടിവിറ്റിക്കും ഈ ഫണ്ടിൻ്റെ എന്ത് കിട്ടുന്നു? പ്രൊട്ടക്ഷൻ കിട്ടുന്നു. നെക്സ്റ്റ് വൺ എലിജിബിൾ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു സ്കീമുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയാണെന്ന്, അല്ലെങ്കിൽ ബാങ്ക്സ് അസോസിയേറ്റഡ് വിത്ത് ദിസ് സ്കീം, ഈ സ്കീമുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ബാങ്കുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക്, വിച്ച് മേ ബി ഐദർ പബ്ലിക് ഓർ പ്രൈവറ്റ് സെക്ടർ ഓർ ഫോറിൻ ബാങ്ക്. എല്ലാ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കും ഇതിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. എല്ലാവരും ഇതനുസരിച്ച് MSMEക്ക് എന്ത് കൊടുക്കാറുണ്ട്? ലോൺ കൊടുക്കാറുണ്ട്. ദെൻ നബാർഡ്, classified some regional rural bank under the sustainable viable category. Certain RRB regional rural ബാങ്കിനെ നബാർഡ് ഈ കാറ്റഗറിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Then there are 133 eligible lending institution registered as MLIs of the trust. അതായത് ഈ ഒരു ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട്, മെയിൻ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട്, MLI എന്നാണ് മെയിൻ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഈ ഒരു ട്രസ്റ്റ്, അതായത് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ്, ഈ 133 ഇൻസ്റ്റിറ്റ്യൂഷനെ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? അസൈൻ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കൂ. 26 പബ്ലിക് സെക്ടർ ബാങ്ക്, 21 പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, 73 RRB, 4 ഫോറിൻ ബാങ്ക്, ഡൽഹി ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, ദെൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, ജമ്മു ആൻഡ് കാശ്മീർ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ എക്സിം ബാങ്ക്, then Tamil Nadu Industrial Investment Corporation Limited, then National Small Industries Corporation NSIC, then North Eastern Development Finance Corporation NEDFI, North Eastern Development Finance Corporation, then SIDBI Small Industrial Development Bank of India. ഇത്രയും ബാങ്കുകളെ എന്തായിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്? മെയിൻ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇവരൊക്കെയാണ് ഈ ട്രസ്റ്റിൻ്റെ ഗ്യാരണ്ടി കവറോട് കൂടി MSMEക്ക് എന്ത് കൊടുക്കുന്നത്? ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നത്. ദെൻ ടെന്യൂർ ഓഫ് ഗ്യാരണ്ടിയാണ്. എത്ര വർഷത്തേക്കാണ് ഈ ഒരു ഗ്യാരണ്ടി ഈ ഒരു ട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ്. 5 വർഷമാണ് ഈ ഒരു ഗ്യാരണ്ടിയുടെ ടെന്യൂർ എന്ന് പറയുന്നത്. ദെൻ ഫീ ഫോർ ഗ്യാരണ്ടി. ഈ ഒരു ട്രസ്റ്റ് ഇങ്ങനെ ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നതിനുള്ള ഫീ എത്രയാണെന്നാണ് പറയുന്നത്. 0.75% ഫോർ ക്രെഡിറ്റ് അപ് ടു 5 lakh. 5 ലക്ഷം വരെയുള്ള ക്രെഡിറ്റിന് 0.75% ആണ് എന്തായിട്ട് കൊടുക്കേണ്ടത്? അതായത് എത്ര ലക്ഷമാണ് എടുക്കുന്നത് അത്രയും ആ ഒരു എമൗണ്ടിൻ്റെ 0.75% എന്തായിട്ട് കൊടുക്കണം? ഫീ ആയിട്ട് കൊടുക്കണം. ദെൻ ഫോർ ക്രെഡിറ്റ് എബവ് 5 lakh ആൻഡ് അപ് ടു 100 lakh ആണെങ്കിൽ 0.85 ആണ് എന്തായിട്ട് വരുന്നത്? ഫീ ആയിട്ട് വരുന്നത്. ദെൻ എബവ് 100 lakh ദ ഫീ ഈസ് 1%. എബവ് 100 ആണെങ്കിൽ ഫീ എന്ന് പറയുന്നത് 1% ആണ്. അതിവിടെ എഴുതാൻ വിട്ടുപോയി. അപ്പോൾ അപ് ടു 5 lakh ആണെങ്കിൽ ഫീ എന്ന് പറയുന്നത് ലോൺ എടുക്കുന്ന എമൗണ്ടിൻ്റെ 0.75% ആണ്. എബവ് 5 lakh ആൻഡ് അപ് ടു 100 lakh ആണെങ്കിൽ 0.85% ആണ്. എബവ് 100 lakh ആണെങ്കിൽ 1% ആണ് ഏതെന്ന് പറയുന്നത്? ഫീ ഫോർ ഗ്യാരണ്ടി. ദെൻ ഹൗ ക്യാൻ വൺ ഓപ്റ്റ് ഫോർ ദിസ് സ്കീം ഓർ വാട്ട് ആർ ദി സ്റ്റെപ്സ് എന്നുള്ളതാണ്. ഈ ഒരു സ്കീം കിട്ടുന്നതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ്. മെയിനായിട്ടും 6 സ്റ്റെപ്പാണുള്ളത്. ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് വൺ, the first and the foremost step to avail this scheme is to prepare a proper business plan. ഒരു MSME സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോപ്പർ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇൻക്ലൂഡിങ് ഓൾ ഡീറ്റെയിൽസ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് അതർവൈസ്. ഇതിന് വേണ്ട ഫിനാൻസ് എത്രയാണ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കാണിച്ചിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക. ആഫ്റ്റർ ദ ബിസിനസ് മോഡൽ കൺസ്ട്രക്റ്റഡ്, എ ഡിസിഷൻ റിഗാർഡിംഗ് വിച്ച് ലെൻഡർ ബാങ്ക് ടു അപ്രോച്ച് ഈസ് ടു ടേക്കൺ. ഏത് ലെൻഡർ ബാങ്കിനെയാണ്, ഒരുപാട് ബാങ്ക് നമ്മൾ പറഞ്ഞല്ലോ, ഇതിൽ ഏതെങ്കിലും ഒരു ബാങ്കിനെ എന്ത് ചെയ്യണം? അപ്രോച്ച് ചെയ്യണം. ഏത് ബാങ്കിനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് എന്തെടുക്കുക? ഡിസിഷൻ എടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ, ഗീവ് അപ്ലിക്കേഷൻ അലോങ് വിത്ത് ബിസിനസ് മോഡൽ. നമ്മൾ ആ ഒരു സെലക്ട് ചെയ്ത ബാങ്കിന് എന്ത് കൊടുക്കുന്നു? അപ്ലിക്കേഷൻ കൊടുക്കുന്നു. ദെൻ ദ ബാങ്ക് വിൽ ചെക്ക് ആൻഡ് വെരിഫൈ ഓൾ ഡീറ്റെയിൽസ്
ഇൻക്ലൂഡഡ് ഇൻ ദി അപ്ലിക്കേഷനിലുള്ള അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ബിസിനസ് മോഡലിലുള്ള എല്ലാ ഡീറ്റെയിൽസും ബാങ്ക് എന്ത് ചെയ്യുന്നു, വെരിഫൈ ചെയ്യുന്നു. ആഫ്റ്റർ വെരിഫിക്കേഷൻ ദ ബാങ്ക് വിൽ ഫർദർ സെൻഡ് ദ അപ്ലിക്കേഷൻ ടു ദി CGFT MSME ഫണ്ട്. അതായത് നമ്മൾ ഈ ട്രസ്റ്റിലേക്ക് ഈ ഒരു അപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നു, ഫോർവേഡ് ചെയ്യുന്നു. അവർ ഈ ഒരു ട്രസ്റ്റ് ഫണ്ടും അതായത് ഈ ഒരു സ്കീം, ഈ ഒരു ട്രസ്റ്റ് അതിന് എന്ത് ചെയ്യുന്നു, സ്റ്റഡി നടത്തുന്നു. വേർ ദി അപ്ലിക്കേഷൻ വിൽ ബി സ്ക്രൂട്ടനൈസ്ഡ് അഗെയിൻ. ആ ഒരു ഫണ്ട് ഈ അപ്ലിക്കേഷനെ വീണ്ടും ഒന്ന് ബാങ്ക് സ്ക്രൂട്ടനൈസ് ചെയ്തു, പിന്നെ വീണ്ടും ഈ ഒരു ഫണ്ട് ഈ ഒരു അപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നു, സ്ക്രൂട്ടനൈസ് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ ദി ഫണ്ട്, ദെൻ ഈ ഒരു ട്രസ്റ്റ് ഫണ്ട് ഈ ഒരു അപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ ദ ഫണ്ട് വിൽ ഇൻസ്ട്രക്ട് ദ ബാങ്ക് ടു റിലീസ് ദ ഫണ്ട് ഫോർ ദി ബിസിനസ്. ആ ഒരു ട്രസ്റ്റ് ഫണ്ട് ആരോട്, ഈ പറയുന്ന ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനോട് ആവശ്യമായ എമൗണ്ട് റിലീസ് ചെയ്ത് കൊടുക്കാൻ പറയുന്നു. ഇത്രയാണ് ഈ ഒരു ഗ്യാരണ്ടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറയുന്ന. ആദ്യം ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കണം, ദെൻ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് ഡിറ്റർമിൻ ചെയ്യണം, ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷന് അപ്ലിക്കേഷൻ കൊടുക്കുക, ദെൻ ദ ബാങ്ക് വിൽ ചെക്ക് ഓൾ ഡീറ്റെയിൽസ്, ദെൻ ആഫ്റ്റർ വെരിഫിക്കേഷൻ ദ ബാങ്ക് വിൽ ഫർദർ send the application to the trust fund. If it is approved by the trust fund, then the trust fund will instruct the bank to release the loan amount. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 2 ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്, MSME ഡെവലപ്മെൻറ്റ് ആക്ട് 2006 ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് സ്കീം ഫോർ MSMEs. ഓക്കെ, താങ്ക് യു.